ഹായ് ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ കുക്കറിൽ എങ്ങനെയാണ് തന്തൂരി ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഓവനൊന്നും ഇല്ലാതെ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്കിത് മുഴുവനായിട്ടുള്ള ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാനിപ്പോൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനാണ്. എന്നിട്ട് നമുക്ക് ഇതിന് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. മൊത്തത്തിലായിട്ട് വരഞ്ഞു കൊടുക്കുക. എല്ലാ ഭാഗത്തും ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ മസാല അകത്ത് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തും ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. ഇതുപോലെ വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്കിതിന് 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതെങ്ങനെയാണ് സോക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. വെള്ളം നമ്മുടെ എടുക്കുന്ന ചിക്കൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വെള്ളം എടുക്കുക കേട്ടോ. അതൊന്ന് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വെള്ളം എടുക്കുക. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് മിക്സ് ചെയ്ത് ചിക്കൻ ഇട്ട് കൊടുത്ത് 1 മണിക്കൂർ ചിക്കൻ അതിൽ സോക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനതിൻ്റെ വീഡിയോ ഇതിൽ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. ഞാനപ്പോൾ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ സോക്ക് ചെയ്തെടുക്കുക. എന്തിനാണ് സോക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിക്കൻ നല്ല ജ്യൂസിയായി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സോക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും തീർച്ചയായും സോക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ വിട്ടുപോയതാണ്, സോറി. ഇനി നമുക്ക് ഇതിന് 1 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ വെള്ളം മാറ്റിക്കളഞ്ഞ് ഒരു ഡ്രെയിൻ പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം മൊത്തത്തിലായി ഡ്രെയിൻ ചെയ്തെടുക്കുക കേട്ടോ. സോക്ക് ചെയ്യാൻ വിട്ടുപോരുത്. ഞാനപ്പോൾ ഇതിൽ വീഡിയോ ചെയ്യാൻ വിട്ടുപോയതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും 1 മണിക്കൂർ സോക്ക് ചെയ്യുക കേട്ടോ. അങ്ങനത് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിക്കൻ്റെ വെള്ളമൊക്കെ ഊറ്റി ഡ്രൈൻ ചെയ്ത് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂണ് ചിക്കൻ മസാല പൗഡർ, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വിനാഗിരി, എന്നിട്ട് 2 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കട്ടത്തൈരാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് തൈരാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അവസാനമായിട്ട് ഞാൻ കുറച്ച് റെഡ് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനത് നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. വരഞ്ഞു കൊടുക്കുന്ന അതിൻ്റെ അകത്തോട്ട് നന്നായി തേച്ച് പിടിപ്പിക്കാം. മസാല എല്ലായിടത്തും എത്തുന്നത് പോലെ നന്നായി തേച്ച് പിടിപ്പിക്കുക. ചിക്കൻ്റെ അകത്ത് കൂടെ നന്നായി തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമുക്കിതിന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മിനിമം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിലും കൂടുതൽ വെക്കണമെങ്കിൽ അത്രയും നല്ലതാണ്. 2 മണിക്കൂറോ 3 മണിക്കൂറോ വെക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും. മിനിമം 1 മണിക്കൂർ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വലിപ്പത്തിലുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ.
അങ്ങനെതാ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഞാൻ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെതാ മസാല മൊത്തത്തിലായി തേച്ചെടുപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഇപ്പോൾ ദാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെങ്ങനെ കുക്കറിൽ വേവിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലത്തെ ഒരു തട്ട് ഞാൻ ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ടൊരു സ്റ്റീൽ പാത്രം വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ സ്റ്റീൽ പാത്രം സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതുപോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കന് ഇതിലോട്ട് ഇറക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ കുക്കറിൻ്റെ അതിൻ്റെ റബ്ബർ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിസിലും കൂടി ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് വേണ്ട, നമ്മൾ വിസിലടിപ്പിക്കുന്നില്ല. ഇതിൻ്റെ വിസിലടിപ്പിച്ചാൽ പെട്ടെന്ന് വെന്ത് കലങ്ങിപ്പോവും. അപ്പോൾ ചെറിയ തീയിൽ 1 മണിക്കൂർ നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ അരമണിക്കൂർ ആയതിന് ശേഷമാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ബട്ടർ ഇതിൻ്റെ മുകളിലായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും 1/2 മണിക്കൂർ നമുക്ക് വേവിച്ചെടുക്കാം. മൊത്തത്തിൽ 1 മണിക്കൂർ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് ചിലപ്പം ടൈം വ്യത്യാസം വന്നേക്കാം. മിനിമം 1 മണിക്കൂർ എന്തായാലും ഇത് വേവിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ എല്ലാ ഭാഗത്തും നമുക്ക് കുറച്ച് ബട്ടർ തേച്ച് പിടിപ്പിച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ച് അരമണിക്കൂർ വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ അതാ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. മൊത്തത്തിലായിട്ട് മുഴുവനായി വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ഇതിന് ഒരു പാനിലോട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കന് അതിലോട്ട് മാറ്റി കൊടുക്കുക. ഇതൊന്ന് അതിൻ്റെ പുറം ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബട്ടറിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ തിരിച്ചും മറിച്ച് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരുപാട് നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി വെന്ത ചിക്കനാണല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് അതിൻ്റെ പുറം ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിം ഇട്ട് 1-2 മിനിറ്റ് ഇതുപോലെ ആക്കിയെടുക്കാം. എന്നിട്ടിത് നമുക്ക് ആ തന്തൂർ ചിക്കൻ്റെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്യാസിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുത്ത് ഇതുപോലെ ആക്കിയെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കാം കേട്ടോ. തീയിൽ ഇതുപോലെ ഒന്ന് കാട്ടിക്കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് നല്ല തന്തൂരി ചിക്കൻ പോലെ അതേപോലെ തന്നെ ആയിക്കിട്ടിട്ട് ആ ഒരു സ്മെല്ലും നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഞാൻ മൊത്തത്തിലായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് ഇതുപോലെ ആക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫുൾ ചിക്കൻ തന്തൂരി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി തന്തൂരി ചിക്കൻ, ഫുൾ തന്തൂരി ചിക്കൻ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇതിനിപ്പോൾ ഓവനൊന്നും വേണ്ട, നമുക്ക് കുക്കറിൽ തന്നെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് സിമ്പിൾ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്, അസ്സലാമു അലൈക്കും.